ഒമാനിൽ വെച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അച്ഛന് ഫസ്റ്റ് അറ്റാക്ക് വരുന്നത്. അപ്പോൾ പുള്ളി വണ്ടി സൈഡ് ഒതുക്കിയിട്ട് നെഞ്ചുവേദന എടുക്കുന്നു എന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകളടുത്ത് പറഞ്ഞു. അതിനുശേഷം പുള്ളി എന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവുകയായിരുന്നുണ്ടായിരുന്നു. അതിനുശേഷവും അച്ഛൻ വലി നിർത്തിയിട്ടുണ്ടായില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ പിന്നീട് ഒരിക്കൽ ഞാനും അച്ഛനും കൂടെ ഒരുമിച്ചിരുന്ന് TV കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് സെക്കൻഡ് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ TV നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വലതുവശത്ത് അച്ഛനുണ്ട്. പെട്ടെന്ന് റിമോട്ട് താഴെ വീഴുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ വലത്തോട്ട് നോക്കിയില്ല. പക്ഷേ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തറയെ വീണായിരിക്കും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് അച്ഛൻ എടുക്കുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ കാലിങ്ങനെ നൂരുന്ന പോലെ ഒരു സ്റ്റൂളിന്റെ മണ്ടയിൽ കാല് വെച്ചേക്കായിരുന്നു. ആ കാലിങ്ങനെ സ്റ്റഡി ആവുന്ന പോലെ ഇങ്ങനെ ആയി സ്റ്റൂള് തുറച്ചു പോയി. അപ്പോഴാണ് ഞാൻ വലത്തോട്ട് തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴും അത് എന്തുവാ ഗ്യാസ് കയറിയെന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും ചെയ്തില്ല. അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ 3 ബ്ലോക്ക് ഉണ്ട്, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓപ്പൺ സർജറി ചെയ്തു. ഇപ്പൊ ഈ ഓപ്പൺ സർജറി ചെയ്ത സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കീറി വെച്ചിട്ട് ഈ സമയത്ത് ഞാൻ ഈ കഥ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ ഞാനും മരിക്കുന്നുണ്ട്. ഇത് കണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണുന്ന സമയത്ത് ഞാൻ പോയി നോക്കുമ്പോൾ ഒരു നെഞ്ചിലൊരു കുരിശാണ്, കീറി വെച്ചേക്കാണ് ഇങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറി. ഇത് കഴിഞ്ഞിട്ട് ചുമയ്ക്കാൻ പോലും ചുമച്ചു കഴിഞ്ഞാൽ വേദന എടുക്കും. ഒരു കുറേ നാൾ ഇതൊക്കെ വെച്ച് അനുഭവിച്ചു. ഇത് ഞാൻ പറയുന്ന ഒരു 10-12 വർഷം മുമ്പത്തെ കാര്യമാണ്. ഈ 14 വർഷം എടുത്ത് ഇത് കഴിഞ്ഞിട്ട് 10 വർഷം കൂടുതൽ എടുത്തു എനിക്ക് വലിയ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിർത്താം നാളെ നിർത്താം എന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാവരും ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു മെഡിക്കലി ഒരു ഇഷ്യൂ നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അറ്റാക്കോ ഇങ്ങനത്തെ ഒരു സംഭവം വന്നാൽ മാത്രമേ എല്ലാവരും നിർത്തത്തുള്ളൂ. ഇപ്പൊ അച്ഛൻ നിർത്തിയതുപോലെ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. അത് നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ വലി നിർത്തിയിട്ട് 86ാമത്തെ ദിവസമാണ്. നിങ്ങൾക്ക് എന്നോടൊപ്പം ചേരാം. നാളത്തെ വിശേഷം നാളെ പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്.